അങ്ങനെ ഈ അങ്കിളിന്റെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള ഒരാള് ഹീറോയുടെ ഡ്രസ്സിൽ മദ്യം കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് മറ്റൊരാള് ലൈറ്റർ കത്തിച്ച് ഇവന്റെ ദേഹത്തോട്ട് എറിയുന്നു. പക്ഷെ ഹീറോയിൻ അത് കണ്ട് ഉടനെ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് എറിഞ്ഞ് ആ ഒരു ലൈറ്റർ തട്ടിക്കളയുന്നു. പക്ഷെ ആ ഒരു പ്ലേറ്റ് നേരെ വന്ന് അടിക്കുന്നത് ഈ അങ്കിളിന്റെ മകന്റെ തലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ബോധം പോയി വീഴുന്നു. സോ ഹീറോയുടെ അങ്കിളും ആന്റിയും പ്രശ്നമുണ്ടാക്കുന്നു. പക്ഷെ ഹീറോയുടെ ദേഹത്തേക്ക് ആ ഒരു ലൈറ്റർ വന്ന് വീഴാതെ താൻ തടുത്തതാണ് എന്ന് പറയുമ്പോൾ ആ ലൈറ്ററും അവിടെയില്ല, അതെറിഞ്ഞ ആളുകളും അവിടെയില്ല. അവരതിനു മുന്നേ തന്നെ എസ്കേപ്പ് ആയി. അതുകൊണ്ട് തന്നെ ഇപ്പോ അങ്കിള് ഹീറോയിൻ മനഃപൂർവ്വം ഹീറോ പറഞ്ഞിട്ട് തന്റെ കുടുംബത്തെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു. സ്വത്തെല്ലാം ഇവനെ ഒരുമിച്ച് അടിച്ചു മാറ്റാൻ വേണ്ടി ഇവ മുത്തശ്ശിനെ പോലും മിക്കവാറും കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ഹീറോ ദേഷ്യം ഒന്ന് പ്രതികരിക്കാനായിട്ട് പോകുന്നു. അപ്പോ ഹീറോയിൻ ഇവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർത്തേക്ക്, ബോസിനെ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് എന്താ എന്നോട് ഇപ്പോ ഫൈറ്റ് ചെയ്യണോ, വരാനായിട്ട് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ഹീറോയുടെ പിറകെ നടക്കുന്ന ഈ ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വന്ന് ആന്റിയോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യാം ആന്റി എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ ഹീറോ അത് തടയുന്നു.